പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ ഒരു ക്രിസ്റ്റൽസ് അതങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. ആ സൗണ്ട് കേട്ട് ഇപ്പൊ വില്ലത്തി പോലും ഒരു സെക്കൻഡ് ഷോക്കാവും. അപ്പൊ അതേ സമയത്ത് ആ ഒരു ജിമ്മൻ വില്ലൻ സൗണ്ട് കേട്ടെടുത്തേക്ക് ഇപ്പൊ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ഞൊടിയിടയില് ഇപ്പൊ കുട്ടപ്പനും ടീമും കാക്കാഷിയുടെ അടുത്തെത്തുമ്പോ വില്ലത്തി ആവട്ടെ അവള് വണ്ടടിച്ച് ചോദിക്കും, നിങ്ങളെങ്ങനെ എന്റെ ക്രിസ്റ്റൽ ജിപ്സു അത് തകർത്തു? അതിന് കുട്ടപ്പൻ പറയും, ഞാനും എന്റെ തവള ഫ്രണ്ട്സും ചേർന്ന് കമ്പൈൻ അറ്റാക്ക് ചെയ്ത് നിന്റെ ക്രിസ്റ്റൽ ജിപ്സു അത് അടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. അപ്പോഴായിരിക്കും കുട്ടപ്പൻ ആ വില്ലത്തി ഹിനട്ടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാ. കുട്ടപ്പൻ ദേഷ്യപ്പെട്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഹിനട്ട കുട്ടപ്പയെ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും? എന്റെ തവളകൾ ചില്ലറക്കാരല്ല, നിനക്ക് ജീവൻ വേണമെങ്കിൽ അവൾ വെറുതെ വിട്ടോ. വില്ലത്തിക്ക് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുമ്പോ നമ്മുടെ കുട്ടപ്പൻ ചാടി വീണ് തവളയായിട്ട് കമ്പൈൻ ചെയ്ത് ആ ഒരു വാട്ടർ ലെവൽ സമറിൻ ജിപ്സു അത് വില്ലത്തിക്ക് നേരെ ഇപ്പൊ അടിച്ചു വിടും. പക്ഷെ അവള് നിസാരക്കാരിയല്ല. ആ വെള്ളത്തെ പോലും അവൾ ക്രിസ്റ്റലൈസ് ചെയ്യും. അതിന് കാക്കാഷി പറയും, അവളുടെ കയ്യില് എന്ത് കിട്ടിയാലും അവൾ അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യും. കുഴപ്പമില്ല, ഞാനും യാമുട്ടോയും അവളുടെ കാര്യം നോക്കാം. നീ എങ്ങനെയെങ്കിലും ഹിനട്ടെ രക്ഷിക്കാൻ പറയുമ്പോ അവളാവട്ടെ അവളുടെ ക്രിസ്റ്റൽ ഉപയോഗിച്ച് ഒരു ഡ്രാഗനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കാക്കാഷിക്കും യാമുട്ടോയ്ക്കും മുൻപിൽ വന്ന് നിൽക്കും. അവൾ എന്തെങ്കിലും ചെയ്യും മുമ്പേ ഇപ്പൊ സായി ചാടി വീണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഇങ്ക് ബോട്ടില് അത് അവളുടെ കണ്ണിലേക്ക് ഇപ്പൊ വലിച്ചെറിയും. അപ്പൊ മറ്റൊരു സൈഡില് ഇപ്പൊ ഗാമത്തവളെ ആവട്ടെ ഹിനട്ടെ ലോക്ക് ചെയ്ത് വെച്ച ആ ഒരു ക്രിസ്റ്റല് അത് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് വില്ലത്തി അവള് തിരിഞ്ഞു നിന്ന് നമ്മുടെ തവളകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട ഉടൻ ഇപ്പൊ തവളകളാവട്ടെ അവിടുന്ന് ഇൻവിസിബിൾ ആവും. വില്ലത്തി പെട്ടു എന്ന് മനസ്സിലാകുമ്പോ ആ 5 വില്ലന്മാരും ഇപ്പൊ അവളുടെ അടുത്തേക്ക് ഓടിയെടുക്കും. അവരുടനെ ഇപ്പൊ എല്ലാവരും ചേർന്ന് എന്തോ വലിയ മാസ്റ്റർ പ്ലാൻ ഒക്കെ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ എല്ലാവരും ഒത്തുകൂടി ആ ഗാമത്തവള അത് ഹിനട്ടെ കവർ ചെയ്ത ആ ഒരു ക്രിസ്റ്റല് ഇപ്പൊ പതിയെ താഴെ വെക്കും. തവളക്കൂട്ടിന് അത് താഴെ വെക്കുമ്പോ ആ ക്രിസ്റ്റലിന് ഇപ്പൊ ചെറിയ പൊട്ടൽ വീഴും. അതുകൊണ്ട് എല്ലാവരും പേടിച്ചു വിറയ്ക്കും. കാരണം ആ ഒരു ക്രിസ്റ്റല് തകർന്ന ഹിനട്ടെ തീർച്ചയായിട്ടും മരിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഡാമേജ് അവിടെ സ്റ്റോപ്പ് ആവും. ഫക്കൂൺ അവിടേക്ക് ഓടിയെത്തിയിട്ട് ചോദിക്കും, ഞാൻ എത്താൻ ഒരുപാട് ലേറ്റ് ആയോ? പട്ടിക്കുട്ടി പറയും, ആ ഒരു ക്രിസ്റ്റല് അത് മുഴുവനായിട്ട് എക്സാമിൻ ചെയ്തു. അതിന്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു ഇൻസെക്ടിന്റെ ബ്ലഡ് പോലും ക്രിസ്റ്റലൈസ്ഡ് ആയിപ്പോയി. അത് കേട്ട് കുട്ടപ്പൻ ഷോക്കായിട്ട്, അപ്പൊ എത്രയും പെട്ടെന്ന് ഹിനട്ടെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവളുടെ ജീവനും ഇപ്പൊ ആപത്തിലാവും. നമുക്ക് അവളെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോയാലോന്ന് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഹിനട്ടയുടെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു ക്രിസ്റ്റല് അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. എല്ലാവരും പേടിച്ചു വിറച്ച് ഇപ്പൊ അവളെ നോക്കുമ്പോ അവൾക്ക് യാതൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. സാക്കുറ ആവട്ടെ അവളെ ഉടനെ ചെക്ക് ചെയ്യും. സാക്കുറ അവളുടെ കൈ പിടിച്ച്, ഞാനാണ് സാക്കുറ, നീ ഇപ്പൊ ഓക്കെയാണ്, നിനക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ ഷീനോ അവനൊന്നും മനസ്സിലാവില്ല. അവൻ പറയും, എന്റെ ഇൻസെക്ട് ഈ ഒരു ക്രിസ്റ്റലിൽ പെട്ടുപോയ ഉടൻ തന്നെ അത് ചത്തുപോയിരുന്നു. പക്ഷെ ഹിനട്ട അവൾക്കിപ്പോ ഒരു പോറൽ പോലും പറ്റാതെ അവൾ തിരിച്ചു വന്നിരിക്കുകയാണ്, എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. അതിന് ഹിനട്ട പറയും, അവൾക്കെന്നെ ക്രിസ്റ്റൽ വെച്ച് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവൾ എന്നെ ക്രിസ്റ്റലിൽ കവർ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ചക്ര പവർ പുറത്തെടുത്ത് എനിക്ക് ചുറ്റും ഒരു കവചം ഉണ്ടാക്കി. അതുകൊണ്ട് അവളുടെ ക്രിസ്റ്റൽ പവർ അതിന്റെ ബോഡിയിൽ അഫക്ട് ചെയ്തില്ല. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പൻ വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ് ആവും. വാവ്, നീ കലക്കി ഹിനട്ടാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവക്ക് ഷെയ്ക്കാനൊക്കെ കൊടുക്കും. അതിന് കാക്കാഷി പറയും, ഹിനട്ട ആയതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. പക്ഷെ മറ്റാർക്കെങ്കിലും ഇനിയും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ രക്ഷപ്പെടാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാക്കാഷി പറയും, നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പൊ 2 ഗ്രൂപ്പായിട്ട് പിരിയണം. സാക്കുറയും സായിയും ഇപ്പൊ ഹിനട്ടെ നോക്കണം. ആ സമയം കൊണ്ട് ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ ഓട്ടനെ കണ്ടുപിടിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരാ വവ്വാലിനെ ഉപയോഗിച്ച് നമ്മളെ കണ്ടുപിടിക്കും. മാത്രമല്ല നമ്മുടെ മെയിൻ പോയിന്റ് അത് അറ്റാക്ക് ചെയ്യാനാവരുത്, മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കണം. ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ട് അത് കണ്ടുപിടിച്ച് സാസുകയെ തിരികെ എത്തിക്കണം. അപ്പൊ തവളക്കുട്ടന്മാരും ഫക്കൂൺ പട്ടിക്കുട്ടിയും അവിടുന്ന് മറഞ്ഞു പോകുമ്പോ അവരുടെ തൊട്ടു പിന്നിൽ ലോങ് ഷോട്ടിലായിട്ട് സാക്ഷാൽ കബൂട്ടോ ആവട്ടെ ഇതെല്ലാം കേട്ട് അങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ എക്കിമാരോ ആ ഒരു വില്ലത്തെ കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. വില്ലത്തി ഉടനെ അവളുടെ അടുത്തേക്ക് കയറി വരുമ്പോ എക്കിമാര് പറയും, ഞാൻ ഒരുപാട് നേരമായി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് വില്ലത്തി പറയും, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോയതാണ്, കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു നദിയിലേക്ക് പോവാം. അതിന് എക്കിമാര് പറയും, നീ പോയ സമയത്ത് തലയിൽ ഹെഡ് ബാൻഡ് വെച്ച ഒരു ചുന്ദരൻ ചെക്കനെ ഞാൻ കണ്ടു. അപ്പൊ വില്ലത്തിക്ക് മനസ്സിലാവും അവള് പറയുന്നത് കുട്ടപ്പനെ കുറിച്ചാണെന്ന്. അവള് ടെൻഷനായിട്ട് എവിടെ വെച്ച് എപ്പ കണ്ടു ചോദിക്കുമ്പോ അതിന് എക്കിമാരു
ആദ്യം ഞാൻ കബൂട്ടയുടെ കൂടെ പോയപ്പോ പിന്നീട് കുറച്ചു മുൻപ് ഞാൻ പുറത്തു പോയപ്പോഴും അവനെ കണ്ടു. അത് കേൾക്കുമ്പോ ഇപ്പൊ വില്ലത്തിക്ക് ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇവളെ ഉപയോഗിച്ച് നറൂട്ടോ കുട്ടപ്പനെ ട്രാപ്പ് ചെയ്തൂടാ? ഉറപ്പായിട്ടും നമുക്ക് അവനെ പിടിക്കാന്ന് പറഞ്ഞ് വില്ലത്തി ആവട്ടെ അവളുടെ ടീമിനെയും കൂട്ടി ഇപ്പൊ പുറത്തേക്ക് പോകാൻ ഒരുങ്ങും. അപ്പൊ കബൂട്ടോ കയറി വന്ന് ഇപ്പൊ അവളോട് പറയും, മണ്ടത്തരം കാണിക്കരുത്, ആ ഒരു കുട്ടപ്പൻ നയൻ ടൈൽ ഫോക്സിന്റെ പവറുള്ള നറൂട്ടോ ആണ്. അവനെ അത്ര എളുപ്പത്തിൽ പിടിക്കാന്ന് കരുതണ്ട, ഒടുവിൽ നിങ്ങളായിരിക്കും ട്രാപ്പിൽ വീഴ. യുക്കിമാരുവിനെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ അതൊന്നും നടക്കില്ല. പോരാത്തതിന് ഒറോച്ചിമാറുവിന് നിന്റെ മേലുള്ള വിശ്വാസം അത് നഷ്ടപ്പെടും. അത് കേട്ട് അവള് ഷോക്കാവുമ്പോ ഇപ്പൊ കബൂട്ടയാവട്ടെ അവരെ 4 പേരെയും കൂട്ടിക്കൊണ്ട് നദിയിലേക്ക് പോകും. അവര് 4 പേരും ഒരു തോണിയിൽ കയറി മുൻപോട്ട് തുഴഞ്ഞു പോകുമ്പോ വില്ലത്തി റിഞ്ചി വില്ലനോട് പറയും, നിന്നെയാണ് ഞാനിപ്പോ എല്ലാ കാര്യവും ഏൽപ്പിക്കുന്നത്, അവരെ തിരികെ ജീവനോടുകൂടെ പോവാനായിട്ട് നീ അനുവദിക്കരുത്. അപ്പൊ യുക്കിമാരുവിന് എന്തോ ഒരു ഡൗട്ട് തോന്നി. അവൾ ആ വെള്ളത്തില് അവളുടെ കൈ മുക്കും. അവൾ ടെൻഷനായിട്ട് ഇപ്പൊ കബൂട്ടയോട് പറയും, എന്തോ ഒരു വലിയ ആപത്ത് ഇപ്പൊ നടക്കാൻ പോവാണ്, എനിക്കത് ഫീൽ ചെയ്യുന്നു എന്ന് അവള് പറയും. അതിന് കബൂട്ട പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ കാട്ടില് കുട്ടപ്പനും ടീംസും മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പൻ പറയും, നമ്മൾ അവരെ മിസ് ചെയ്തു, ആ ഒരു വവ്വാലിനെ പോലും ഇപ്പൊ കാണാനില്ല. അപ്പൊ ഷിനോ അവൻ സഡൻ ആയിട്ട് ബ്രേക്ക് പിടിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ എന്റെ കയ്യിലൊരു വഴിയുണ്ട്. ആ ഒരു വവ്വാലാണ് സൂപ്പർ സോണിക് സൗണ്ട് വെച്ച് നമ്മളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വില്ലന് കൈമാറുന്നത്. സൂപ്പർ സോണിക് സൗണ്ട് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ആ ഒരു വവ്വാലിനെ കണ്ടുപിടിക്കണം. പിന്നീട് അതിനെ തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ആ വില്ലന്മാരെ കണ്ടുപിടിക്കാൻ കഴിയും. അതിന് കാക്കാഷി നമുക്കത് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനോട് അവന്റെ 3 ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ആ 3 ക്ലൗൺസിനെയും ഇപ്പൊ 10 മീറ്റർ ദൂരത്തേക്ക് നീ പറഞ്ഞയക്കണം. അതിന് കുട്ടപ്പൻ ഒന്നും മനസ്സിലാവില്ല. എന്താ നിങ്ങൾ പറയണേ ചോദിക്കുമ്പോ മാസ്റ്റർ പറയും, ഞാൻ പറയണ പോലെ ചെയ്യ്, എല്ലാ കാര്യവും നിനക്ക് മനസ്സിലാവും. കുട്ടപ്പൻ ഒട്ടനെ ഇപ്പൊ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് 3 ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങും. അവരുടെ പിന്നാലെ തന്നെ ഇപ്പൊ ബാക്കിയുള്ളവരും ഉഷാറായിട്ട് ഓടും. അപ്പൊ ഒരു ദൂരത്തായിട്ട് ഇപ്പൊ ഒരു വവ്വാല് വളരെ സ്പീഡിൽ പറക്കുന്ന കാണും. അത് കണ്ട് ഷിനോ പറയും, നൈറ്റ് ടൈമിൽ മാത്രമേ വവ്വാല് പറക്കൂ, പക്ഷെ ഈ ഒരു വവ്വാല് അത് ഡേ ടൈമിൽ പറക്കാണ്. അപ്പൊ നമ്മൾ അന്വേഷിച്ച വവ്വാല് അത് ഇത് തന്നെയാണെന്ന് ഇപ്പൊ ഷിനോ പറയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോ ആവട്ടെ അവൻ ആ നദിയുടെ ഒത്ത നടുക്കിലേക്ക് ആ തോണി കൊണ്ടുവരും. നദിയുടെ വേവ്സ് കാണുമ്പോ അവന് മനസ്സിലാവും എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. കബൂട്ടോ ബാഗ് തുറന്ന് ആ ഒരു മെഡിക്കൽ മാസ്ക് ഇക്കിമാരുവിന്റെ കയ്യിൽ കൊടുത്ത് അത് അവളുടെ തലയിൽ കണക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് വീണ്ടും ഒരുപാട് മെഡിസിൻസ് എടുത്ത് അവൾക്ക് കഴിക്കാനായിട്ട് ഇപ്പൊ കബൂട്ടോ കൊടുക്കും. അതിനാ വില്ലത്തി അവൾ ടെൻഷനായിട്ട് ചോദിക്കും, ഇത്രയും മെഡിസിൻസ് അവൾക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിന് കബൂട്ടോ പറയും, ഇത് ഒറോച്ചിമാറുവിന്റെ പ്ലാനാണ്, ഇതിനെ ചോദ്യം ചെയ്യാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. അത് കേൾക്കുമ്പോ അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ ഒറോച്ചിമാറുവിനെ ആലോചിക്കും, ഈ ഒരു മിഷൻ അത് സക്സസ്ഫുൾ ആയ നീയാണ് എന്റെ അടുത്ത വെസൽ. കബൂട്ടോ പതിയെ ആ മെഡിസിൻ ഇപ്പൊ ഇക്കിമാരുവിന്റെ കയ്യിൽ കൊടുക്കും. ഇത് നല്ല മെഡിസിൻ ആണ്, കഴിഞ്ഞ തവണത്തേതുപോലെ നിനക്ക് വേദനിക്കില്ല. ഇക്കിമാരു വില്ലത്തിയെ നോക്കും. അവളും തലയാട്ടുമ്പോ യുക്കിമാരു ആവട്ടെ ആ മെഡിസിൻ അത് മുഴുവനായിട്ടും കഴിക്കും. ആ മെഡിസിൻ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോ തന്നെ ഇപ്പൊ കബൂട്ടോ വില്ലത്തിയോട് പറയും, ഇനി നിന്റെ ടേൺ ആണ്, എത്രയും പെട്ടെന്ന് ഗെൻജിപ്സു അത് സ്റ്റാർട്ട് ചെയ്യണം. അവള് കൈ ചുരുട്ടി എന്തോ ഒരു ഗെൻജിപ്സു ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ നദിയുടെ 4 ഭാഗത്തു നിന്നും ഇപ്പൊ വലിയ 4 തൂണുകള് അങ്ങനെ ക്രിയേറ്റ് ആയി വരും. അത് ആക്ച്വലി ഒരു സീലിംഗ് ജിപ്സു ആണ്. അപ്പൊ അതേ സമയത്ത് ഇവിടെ യക്കിമാരുവിന് അവൾക്ക് വേദന എടുത്ത് കിടന്ന് പൊളയാൻ തുടങ്ങും. അവൾക്ക് ആ വേദന സഹിക്കാൻ കഴിയില്ല. അവള് നോ എന്ന് പറഞ്ഞ് ഇപ്പൊ അലറിക്കാറും. അവളുടെ കൺട്രോളിനെയും താണ്ടി അവളുടെ പവർ അതിപ്പോ പതിയെ പുറത്തേക്ക് വരും. ഒരു സെക്കൻഡ് അവൾക്ക് ബോധം പോവും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ അവളുടെ ബോഡിയിലെ ടെയിൽഡ് മോൺസ്റ്ററിനെ അവരിപ്പോ പുറത്തെടുത്തു. ആ ഒരു 3 ടൈൽഡ് ബീസ്റ്റ് അതങ്ങനെ പുറത്തു വരുമ്പോ കബൂട്ടോ അതുകൊണ്ട് ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.